കണ്ണൂരിൽ വീട്ടമ്മയുടെ ജീവനെടുത്ത പരസ്യ വിചാരണയും സദാചാര ഗുണ്ടായസവും രാഷ്ട്രീയ വിവാദമായി മാറുന്നു. റസീനയുടെ ആത്മഹത്യാ കേസിൽ പ്രേരണാകുറ്റം ചുമത്തി അറസ്റ്റിലായ SDPI പ്രവർത്തകർക്ക് പിന്തുണയുമായി പാർട്ടി രംഗത്ത് വന്നു. പ്രതികളെ സംരക്ഷിച്ച് ആത്മഹത്യ ചെയ്ത യുവതിയെ അവഹേളിക്കും വിധത്തിലാണ് SDPI പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. പറമ്പായി ചേരി കമ്പനിയിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ SDPIയെ വലിച്ചിഴയ്ക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് SDPI വേങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ഭർത്തൃമതിയായ യുവതിയെ മയ്യിൽ സ്വദേശിയുടെ കൂടെ സംശയാസ്പദമായ രീതിയിൽ കുടുംബാംഗങ്ങൾ കണ്ടിരുന്നു. കുടുംബക്കാരും വീട്ടുകാരും തന്നെ യുവതിയെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് മയ്യിൽ സ്വദേശിയുടെയും യുവതിയുടെയും കുടുംബക്കാർ വിഷയത്തിൽ ഇടപെടുകയും പരസ്പരം സംസാരിച്ച് പിരിയുകയുമാണ് ചെയ്തത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് യുവതി ആത്മഹത്യ ചെയ്യുന്നതെന്നും SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മരണശേഷം പ്രദേശത്തെ SDPI പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തത് ഭരണകക്ഷി പാർട്ടിയുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്. കുടുംബക്കാർ ഇടപെട്ട വിഷയത്തിൽ SDPIയെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽപ്പെടുത്തിയത് ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. എന്താണ് സംഭവിച്ചതെന്ന് പ്രദേശവാസികൾക്ക് അറിയാമെന്നിരിക്കെ യാഥാർത്ഥ്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പോലീസ് പറയുന്നത് അപ്പടി കേട്ട് വാർത്ത ചെയ്യുന്നത് മാധ്യമ ധാർമ്മികതയല്ല. പറമ്പായി വേങ്ങാട് മേഖലയിൽ പാർട്ടി നേടുന്ന ജനസ്വാധീനത്തിൽ വിറളി പൂണ്ടവരാണ് ഭരണ സൗകര്യത്തിന്റെ മറവിൽ SDPIയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തനം സജീവമായ പ്രദേശങ്ങളിലൊന്നാണ് കണ്ണൂരിലെ പറമ്പായി. SDPIയുടെ ശക്തി കേന്ദ്രമായ ഇവിടെ നടന്നത് താലിബാൻ മോഡൽ ആൾക്കൂട്ട വിചാരണയാണെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് SDPI പ്രതികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. നേരത്തെ തീവ്രവാദ കേസിൽ ഉൾപ്പെടെയുള്ള ആരോപണ വിധേയർ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതേസമയം വീടിന് മുന്നിൽ ആൺസുഹൃത്തുമായി സംസാരിച്ചു നിന്ന റസീനയെ ചോദ്യം ചെയ്തത് ബന്ധുക്കൾ പോലും ആയിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവർക്ക് റസീനയുമായോ ആൺസുഹൃത്തുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. വിചാരണ ചെയ്യാൻ കൊണ്ടുപോയത് SDPIയുടെ പാർട്ടി ഓഫീസിലേക്ക്. 5 മണിക്കൂറോളമാണ് ഇവരെ SDPI പ്രവർത്തകർ ചോദ്യം ചെയ്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ നീതിന്യായം നടപ്പിലാക്കുന്ന സമാന്തര സംവിധാനങ്ങളെക്കുറിച്ച് മലയാളികൾക്ക് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ പറമ്പായിലുണ്ടായത് സമാനമായ സംഭവമാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. യുവതിയുടെ ആൺസുഹൃത്തിന്റെ ഫോണും ടാബും അടക്കം വാങ്ങി പ്രതികൾ പരിശോധിച്ചുവെന്നത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. നാട്ടുകൂട്ടങ്ങൾ കൂടി ശിക്ഷ നടപ്പിലാക്കുന്ന രീതി പണ്ടെങ്ങോ തന്നെ രാജ്യത്ത് നിരോധിച്ചിരിക്കെയാണ് പറമ്പായിൽ നിന്നും ആൾക്കൂട്ട വിചാരണയുടെ വാർത്തകൾ പുറത്തുവരുന്നത്. തലശ്ശേരി സർക്കാർ ആശുപത്രിയിൽ വെച്ചാണ് റസീനയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ റഹ്നാസ്, മുബഷീർ, ഫൈസൽ എന്നിവരെയാണ് പോലീസ് പ്രതികളെന്ന് സംശയിച്ചിരുന്നത്. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കവേ പ്രതികൾ ആശുപത്രി വളപ്പിലെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. റസീനയെ കൂട്ടവിചാരണ നടത്തിയ വാർത്തകൾ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിരുന്നു. കൂട്ടവിചാരണയാണ് റസീനയുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് വീട്ടുകാർക്ക് ഉറപ്പായിരുന്നു. തുടർന്ന് വീട്ടുകാരും പ്രതികളും തമ്മിൽ സംഘർഷം ഒഴിവാക്കാനായി പോലീസ് പ്രതികളെ ആശുപത്രി വളപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപമാനഭാരം സഹിക്കാൻ കഴിയാതെയാണ് കായലോട് പറമ്പായിലെ റസീന ആത്മഹത്യ ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 3ഓടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ട പ്രതികൾ ഇവരെ വിചാരണ നടത്തുകയായിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് പറമ്പായി സ്വദേശി റസീന ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി. യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മയ്യിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. 5 മണിക്കൂറോളമാണ് യുവാവിനെ ഇവർ കൂട്ടത്തോടെ കൈകാര്യം ചെയ്തത്.